ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെല്ലാം 2024 വർഷത്തെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാരിൻ്റെ ഒരു ഉത്തരവ് എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യണം. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യണം. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, കർഷക തൊഴിലാളി തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡുകൾ ലഭിക്കുന്നവരും 2024 വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ഉണ്ടായതാണ്. കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്തവരെല്ലാം തന്നെ ഈ വർഷവും മസ്റ്ററിംഗ് ചെയ്യണമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള 3 മാസമാണ് മസ്റ്ററിംഗ് ചെയ്യുവാനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ആധാർ കാർഡ് നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഉപകരണത്തിൽ നിങ്ങളുടെ വിരലമർത്തി ആധാർ ഡാറ്റയുമായി താരതമ്യം ചെയ്താണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത്. സർക്കാരിൽ നിന്നും 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നുവെന്ന് സർക്കാർ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രക്രിയയാണ് പെൻഷൻ മസ്റ്ററിംഗ്. അക്ഷയ കേന്ദ്രങ്ങളെ മാത്രമാണ് സർക്കാർ മസ്റ്ററിങ്ങിനായി ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. മറ്റ് ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഈ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ മാത്രമല്ല, സംസ്ഥാനത്തെ ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിലോ വയ്യായിക ഉണ്ടെങ്കിലോ അക്ഷയ പ്രതിനിധി നിങ്ങളുടെ വീട്ടിലെത്തി അവരുടെ മസ്റ്ററിംഗ് നടത്തി തരുന്നതാണ്. മസ്റ്ററിങ്ങിനുള്ള ഫീസ് പെൻഷൻ ഉപഭോക്താവ് നൽകേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിന് നിങ്ങൾ 30 രൂപ ഒരാൾക്ക് ഫീസായി നൽകണം. വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിന് 50 രൂപയാണ്. വീടുകളിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ അറിയിക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഡിവൈസിൽ കൈവിരലുകൾ പതിപ്പിക്കുമ്പോൾ ചിലരുടേത് വിജയിക്കണമെന്നില്ല. കണ്ണുകളിലെ കൃഷ്ണമണിയുടെ ഐറിസ് സ്കാൻ ചെയ്തും അത്തരം അവസരങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാറുമുണ്ട്. അതിനാൽ ഇത് രണ്ടും പരാജയപ്പെടുന്ന സന്ദർഭങ്ങളും കഴിഞ്ഞ വർഷം നടത്തിയ മസ്റ്ററിങ്ങിന് കുറേ പേർക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മസ്റ്ററിംഗ് ഫെയിൽഡായി പോയ സ്ലിപ്പ് വാങ്ങി പിന്നീട് നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതെന്ന് വെച്ചാൽ അവിടെ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകി പ്രക്രിയ പൂർത്തിയാക്കണം. സർക്കാർ പറഞ്ഞിരിക്കുന്ന ഓഗസ്റ്റ് 24-നുള്ളിൽ നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കി തുടർന്ന് വരുന്ന മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്യുന്നതല്ല. 2023 ഡിസംബർ 31 വരെ 1600 രൂപ വീതം അക്കൗണ്ടുകളിലും കൈകളിലേക്കും ലഭിച്ച വ്യക്തികളെല്ലാം തന്നെ ഈ വർഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. 2024 ജനുവരി 1-ന് ശേഷം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് അപേക്ഷ വെച്ചവർ ജൂലൈ 25-ന് തുടങ്ങുന്ന മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടതില്ല. 60 ലക്ഷത്തോളം പേരാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടത്തി വരിക. കഴിഞ്ഞ വർഷം ആദ്യ കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് സർക്കാർ ഏതാനും മാസങ്ങൾ കൂടി നീട്ടി നൽകിയിരുന്നു. ഇത്തവണയും അവസാന സമയമാകുമ്പോൾ ഒട്ടേറെ പേരുണ്ടെങ്കിലേ സർക്കാർ സമയം നീട്ടി നൽകുകയുള്ളൂ. സർക്കാർ നൽകിയ മസ്റ്ററിംഗ് 2024 പൂർത്തിയാക്കാൻ പറ്റുക ആ മാസത്തിലുള്ള പെൻഷനാണ് തുടർന്ന് ലഭിക്കുക. അതിനിടയിലുള്ള മാസങ്ങളിൽ പെൻഷൻ നഷ്ടമാകാൻ ഇടയുണ്ട്. അതിനാൽ സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന 3 മാസ കാലയളവിൽ തന്നെ നിങ്ങളുടെ സൗകര്യവും സമയവും അനുസരിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അക്ഷയയിൽ പോയി ഒന്നും വാങ്ങി പഞ്ചായത്തിനും നൽകേണ്ടതില്ല. മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വിവരങ്ങൾ ഓൺലൈനായി സർക്കാരിൻ്റെ പെൻഷൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആകുന്നതാണ്. 2024 ഈ വാർഷിക മസ്റ്ററിങ്ങിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങളുടെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.